السلام عليكم ورحمة الله وبركاته. لا تحقرن من المعروف شيئا ولو أن تلقى بوجه تلقٍ. നല്ല കാര്യങ്ങളിൽ ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടുന്നത് പോലും. ഒരു ഹദീസ് നമ്മളെല്ലാവരും ബൈഹാർട്ടാക്കിയിട്ടുള്ളവരാണ്. ഇത് ബൈഹാർട്ടാക്കിയവരും ഇതിനർത്ഥം മനസ്സിലാക്കി അത് നിർവഹിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇത് ബൈഹാർട്ടാക്കാത്തവരും അതിനർത്ഥം മനസ്സിലാക്കി അത് നിർവഹിക്കാത്തവരും നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ചെറിയ സംസാരം. അപ്പോൾ ഒരു ചെറിയ കാര്യമാണല്ലേ പുഞ്ചിരി. അത് പലവരും, എന്നാൽ ആ ഒരു ചെറിയ കാര്യം പോലും പലവരും അവോയ്ഡ് ചെയ്യാറുണ്ട്. എന്നാൽ ആ ഒരു ചെറിയ കാര്യമില്ലേ, ഇത്ര പോകുന്നൊരു കാര്യമില്ലേ, അപ്പോൾ ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല വിചാരിക്കാറുണ്ട്. എന്നാൽ ആ ഒരു ചെറിയ കാര്യം പോലും അള്ളാഹുവിൻ പ്രതിഫലാർഹമുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഒരു നന്മയുള്ള ആളാണ്. ആ ആൾ ഈ ഒരു ചെറിയ നന്മ പോലും ചെയ്യാതെ പോയാൽ അയാളുടെ എല്ലാ നന്മയും നഷ്ടപ്പെടും അയാൾക്ക്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഒരു കപ്പൽ, ആ കപ്പൽ നിറയെ നന്മകളാണ്. ആ കപ്പൽ സഞ്ചരിക്കുന്ന സമുദ്രം അത് നിറയെ തിന്മകളുമാണ്. ഒരു ദിവസം ആ കപ്പലിൽ ഒരു ചെറിയ ദ്വാരം വീഴുകയാണ്. ആ ദ്വാരത്തിലൂടെ കുറച്ച് തിന്മകൾ ആ കപ്പലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കപ്പലിലുള്ള നല്ല ആളുകൾ പറയുകയാണ്, അതൊരു ചെറിയ തിന്മയല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ അടഞ്ഞോളെന്നൊക്കെ വിചാരിക്കാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് കുറേ തിന്മകൾ ആ ഒരു ചെറിയ ദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടി വരികയാണ്. അത് കണ്ടപ്പോൾ അതിലുള്ള എല്ലാവരും ഭയന്നുപോയി. ആ ഒരു കപ്പൽ ആ ഒരു തിന്മ സമുദ്രത്തിനടിയിലേക്ക് മുങ്ങിത്താഴുകയാണ്. ഇത് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എത്ര നല്ല ആളാണെങ്കിലും അയാൾ ഒരു ചെറിയ തിന്മ മതി അയാളുടെ എല്ലാതും നശിച്ചു പോവാൻ. അപ്പോൾ എത്ര പ്രാധാന്യമാണെന്നറിയാമല്ലോ ഒരു ചെറിയ നന്മ. എല്ലാവരും പടച്ചോൻ പറഞ്ഞതുപോലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയും അനുസരിച്ച് നല്ല ഒരു മുഅ്മിനാവാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.